ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്സ് കോർണർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എപ്പോഴും മസാലപ്പൊടികളൊക്കെ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ചെടുക്കുക. അപ്പോൾ ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഒഴിവാക്കേണ്ടവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ സവാള കനം കുറച്ച് അരിയുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആവും. ഇപ്പോൾ സവാള നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഓപ്ഷണലാണ്, അപ്പോൾ ഒഴിവാക്കേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കുക്കറിൻ്റെ ഫുൾ സ്റ്റീം പോയതിന് ശേഷം മാത്രം തുറക്കുക. ഇപ്പോൾ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബീഫിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബീഫ് മാത്രമായിട്ടാണ് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം നമുക്ക് വേണമെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു വശം നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ 2 വശവും നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെയും ബൈ.